രണ്ടാം ഘട്ട പോളിംഗ് ഇന്ന് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന അവസരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കും എന്നുള്ളത് നമ്മുടെ ഒരു ചെറിയ വിലയിരുത്തലാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ CPM ഉൾപ്പെട്ട LDF ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് എന്നുണ്ടെങ്കിൽ ഇത്തവണ CPMന് ഭരണം കിട്ടാനുള്ള സാധ്യതയില്ല, LDFന് ഭരണം കിട്ടാനുള്ള സാധ്യതയില്ല. CPM വെന്റിലേറ്ററിലാവുക തന്നെ ചെയ്യും എന്നാണ് തിരുവനന്തപുരം നിവാസിയായ എനിക്ക് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം സർക്കാർ വിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് തന്നെയാണ്. ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം ത്രികോണ മത്സരം നടക്കുന്ന, അതായത് BJP UDFന്റെ സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി, കൂടാതെ ഏതെങ്കിലും ഒരു CPM വിമതനോ മറ്റോ മത്സരിക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ ജയിക്കുന്നത് ഏത് പാർട്ടി ആയാലും, അതിപ്പോൾ LDF ആണെങ്കിലും തുച്ഛം വോട്ടിന് മാത്രമേ ജയിക്കാൻ സാധ്യതയുള്ളൂ. അതായത് CPM നിലവിൽ ഒരു 4 സ്ഥാനാർത്ഥികളെ വരെ മേയറായി ഉയർത്തിക്കാട്ടി നിർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 4 പേരിൽ ഏറ്റവും കുറഞ്ഞത് 2 പേരെങ്കിലും തോൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് പേട്ടയിൽ വളരെ വലിയൊരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ CPM വളരെ ഷുവറായി പറയുന്ന കുന്നുകുഴിയിൽ CPMന്റെ സ്ഥാനാർത്ഥി ജയിക്കുമോ എന്നുള്ള കാര്യത്തിലും ഒരു പരുങ്ങൽ ആണുള്ളത്. അതുപോലെ വഞ്ചിയൂരിൽ അവരുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും അദ്ദേഹവും ജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അവിടെ കള്ള വോട്ട് നടന്നിട്ടുണ്ട് എന്ന ഒരു പ്രശ്നം തന്നെ ഉണ്ടായി. അപ്പോൾ നിലവിൽ ഇതുവരെ ഞാനത് ആരൊക്കെയാണ് എന്ന പേര് ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പേട്ടയിൽ SP ദീപക് എന്ന മേയർ സ്ഥാനാർത്ഥി CPMന്റെ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അവിടെ ത്രികോണ മത്സരമാണ്. BJPക്ക് അശോക് കുമാറുണ്ട്, അനിൽകുമാർ എന്ന UDFന്റെ സ്ഥാനാർത്ഥിയുമുണ്ട്. കൂടാതെ നമ്മൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ എടുക്കുമ്പോൾ മറ്റൊന്നുകൂടി നമുക്കിവിടെ പറയാം. IP ബിനു എന്ന DYFIയുടെ നേതാവും ജില്ലയിലെ അറിയപ്പെടുന്ന യുവ നേതാവുമായ IP ബിനു മേരി പുഷ്പത്തിനോട് കുന്നുകുഴിയിൽ നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചാൽ അല്ലെങ്കിൽ കടന്നു വരാനുള്ള സാധ്യതയുള്ളൂ. അവിടെ മേരി പുഷ്പം ജയിക്കും എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. ഇങ്ങനെ അതുപോലെ വഞ്ചിയൂരിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. വഞ്ചിയൂർ ബാബുവും ജയിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. വഞ്ചിയൂർ ബാബു വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ പറയാനുള്ള ഒരു കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ കഴക്കൂട്ടം നിയോജക മണ്ഡലം, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലം നേമം, കോവളം എന്നിങ്ങനെയുള്ള നിയോജക മണ്ഡലങ്ങൾ, അത് വട്ടിയൂർക്കാവ്, നേമം, കോവളം, തിരുവനന്തപുരം, കഴക്കൂട്ടം, ഇങ്ങനെ ഇത്രയും നിയോജക മണ്ഡലങ്ങൾ അടങ്ങിയതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇതിൽ കഴക്കൂട്ടത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വളരെ അധികം BJP വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. BJP അവിടെ നിരവധി സീറ്റുകൾ CPMനേക്കാളും നേടുമെന്ന് പറയുന്നുണ്ട്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ CPMന് വിമത സ്ഥാനാർത്ഥികൾ ഒക്കെ ഉണ്ട് താനും. അതായത് കടകംപള്ളി സുരേന്ദ്രൻ, അതായത് CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ കടകംപള്ളി വിഭാഗവും ശിവൻകുട്ടി വിഭാഗവും തമ്മിലുള്ള നല്ലൊരു മത്സരം, പാർട്ടിക്കകത്ത് കടുത്ത മത്സരം, ഈ 2 ഗ്രൂപ്പുകാർ തമ്മിൽ, അവരുടെ സ്ഥാനാർത്ഥികൾ തമ്മിൽ പരസ്പരം പാലം വലിക്കും എന്ന ഒരു വാർത്തയും കേൾക്കുന്നുണ്ട്. ഇതിൽ കഴക്കൂട്ടത്ത് CPMും BJPയും തമ്മിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. ചിലയിടങ്ങളിൽ CPMും കോൺഗ്രസും തമ്മിലും നടക്കുന്നുണ്ട്. എന്നാൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ CPMന് വിമത ഭീഷണിയും ഉണ്ട്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ CPMും BJPയും തമ്മിലായിരിക്കും ഏറ്റവും കൂടുതൽ ചിലയിടങ്ങളിൽ മത്സരം നടക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ കോൺഗ്രസ് ത്രികോണ മത്സരവും ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ BJPക്ക് മുൻപ് ലഭിച്ച ചിലയിടങ്ങളിൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPക്ക് ഇപ്പോൾ നേമത്ത് പോലും ചിലയിടങ്ങളിൽ ചില സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. കഴക്കൂട്ടത്ത് കരിക്കകം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്നാൽ നേരെ തിരിച്ച് CPM ജയിച്ചിരുന്ന കടകംപള്ളി നിയോജക മണ്ഡലത്തിൽ BJP വരുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ചിലയിടങ്ങളിൽ, അതായത് കോൺഗ്രസ് മത്സരിക്കുന്ന വട്ടിയൂർക്കാവിലൊക്കെ തന്നെ ശാസ്തമംഗലത്ത് ചിലപ്പോൾ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അവരുടെ ശബരിനാഥ് മത്സരിക്കുന്ന സ്ഥലത്ത് കവടിയാറ് ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ്സിന്
ചിലയിടങ്ങളിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. നേമം നിയോജക മണ്ഡലത്തിൽ ഇതുവരെ BJP ജയിച്ചിരുന്ന ചില മണ്ഡലങ്ങൾ, ചില സീറ്റുകൾ നേരിയ വ്യത്യാസത്തിന് അവർക്ക് BJPക്ക് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. നേമം നിയോജക മണ്ഡലത്തിലെ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നേമത്ത്, അതായത് ഈ പർട്ടിക്കുലർ നിയമസഭയിൽ തന്നെ നേമത്ത് ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. അവിടെയും ചിലപ്പോൾ BJPക്ക് തന്നെയാണ് മിക്കവാറും BJPയെ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. കോൺഗ്രസിന് ചിലയിടങ്ങളിൽ അവരുടെ ഈ പറയുന്ന ബൂത്ത്, അതായത് കോൺഗ്രസിന് ഉച്ച കഴിഞ്ഞ് ഈ പറയുന്ന നമ്മളെല്ലാവരും, ഇപ്പം ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, ഞാൻ നിരവധി ഇടങ്ങളിൽ മാധ്യമമേഖലയുമായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ, സാമൂഹ്യ മാധ്യമങ്ങളിൽ പണിയെടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മറ്റിടങ്ങളിൽ ബൂത്തുകളിൽ എന്ന ഒരു ചെറിയ അന്വേഷണം നടത്താനായി പോകുമ്പോൾ പലയിടങ്ങളിലും കോൺഗ്രസിന് ബൂത്തിലിരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാവിലെ നമ്മൾ കണ്ട ചിത്രം മറിച്ചായിരുന്നു. കെ മുരളീധരൻ, മുൻ വട്ടിയൂർക്കാവ് MLA, മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും വട്ടിയൂർക്കാവിലും മറ്റു പലയിടങ്ങളിലും തിരുവനന്തപുരം മണ്ഡലങ്ങളിലും ഒക്കെ കെ മുരളീധരൻ ഇറങ്ങി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ബൂത്തുകളിലും എത്തിയിരുന്നു. മറിച്ച് LDF-ന് VK പ്രശാന്ത് എന്ന വട്ടിയൂർക്കാവ് MLA, അദ്ദേഹവും എല്ലാ ബൂത്തുകളിലും എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വളരെ വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് വോട്ട് ചെയ്തിരുന്നതിൽ തന്നെ ചെറുപ്പക്കാരും തന്നെ നാട്ടിൽ ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. വളരെ കുറഞ്ഞ പോളിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ ഒരു തിരുവനന്തപുരത്തുകാരൻ എന്ന രീതിയിലും രാഷ്ട്രീയ സ്പന്ദനങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ അടുത്ത് നിന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും എനിക്ക് തോന്നിയ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത്, തിരുവനന്തപുരത്ത് CPM-ന് കൂടിപ്പോയാൽ 35 അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 30-40, അതിനപ്പുറം CPM-ന് പോവില്ല. അത് LDF-ന്റെ ആകെയുള്ള സീറ്റാണ് ഈ പറയുന്നത്. BJPക്ക് 30-35, 35 കൂടുതലാണ്, എന്നാൽ 30 സീറ്റ് വരെ BJPക്ക് പ്രതീക്ഷിക്കാം. കോൺഗ്രസിന് ഈ പറയുന്ന വൻ അട്ടിമറിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണ 10 സീറ്റാണ് എന്നുണ്ടെങ്കിൽ ഇത്തവണ അതൊരു 15 ആകാൻ, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 20 ആകാനാണ് സാധ്യത. LDF-ന് ഭരണം കിട്ടാൻ യാതൊരു സാധ്യതയും ഉണ്ട്. അതായത് CPM-ന്റെ ഒരു മേയർ കോർപ്പറേഷൻ ഭരിക്കും എന്ന് നമുക്ക് ധരിക്കാൻ വളരെ പ്രയാസമാണ്. CPM-ന് ഉയർത്തിക്കാട്ടിയ അവർ 4 മേയർ സ്ഥാനാർത്ഥികളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 പേര്, അങ്ങേയറ്റം 3 പേരെങ്കിലും തോൽക്കാൻ സാധ്യതയുണ്ട്. ഒരു BJP മേയർ ഉണ്ടാകും എന്ന് BJPയും അവരുടെ സാമൂഹിക മാധ്യമങ്ങൾ, അതായത് അവരുടെ പ്ലാറ്റ്ഫോം, അവരുടെ ഹാൻഡിലുകൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ഒരു അട്ടിമറി വിജയം കോൺഗ്രസ് നേടും എന്ന് പറയാനുള്ള സാധ്യതയും തീരെയില്ല. ഒരു KS ശബരിനാഥൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ യുവ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു മണ്ടൻ ചിന്തയൊന്നും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. കൂടാതെ CPM-ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവമതിപ്പ് എന്ന് പറയുന്നത്, മുൻ മേയർ ആര്യ രാജേന്ദ്രനെ രംഗത്തിറക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. അതിനു മുമ്പ്, മറിച്ച് ആര്യ രാജേന്ദ്രൻ വരുന്നതിന് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന VK പ്രശാന്ത് വട്ടിയൂർക്കാവ് MLA ആയി വന്ന ശേഷം അദ്ദേഹം രണ്ടാമതൊരു തവണ വീണ്ടും കോർപ്പറേഷനിൽ വോട്ട് പിടിക്കാനൊക്കെ പോയൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇത്തവണ VK പ്രശാന്തിനാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചാർജ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇറങ്ങി നടന്നിരുന്നു. മറിച്ച് ആര്യ രാജേന്ദ്രൻ വേദിയിലെ ഉണ്ടായിരുന്നില്ല. ഏതായാലും നമുക്ക് ഒരു തിരുവനന്തപുരം നിവാസി എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു തൂക്ക് കോർപ്പറേഷൻ ആയിരിക്കും മിക്കവാറും ഈ പറയുന്ന രീതിയിൽ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ സീറ്റ് വർധന ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും നിശ്ചയിക്കുക ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരെ മേയറാക്കണമെന്ന്. CPM-നെ സംബന്ധിച്ച് CPM-ന് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ 55 സീറ്റോ അല്ലെങ്കിൽ 50 സീറ്റ് പോലും, 50 സീറ്റ് എന്ന് പറയുന്ന അതിൻ്റെ അടുത്ത് പോലും എത്താൻ CPM-ന് കഴിയില്ല. കാരണം ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന തലസ്ഥാനത്താണ്. CPM-ഉം BJP-യും തമ്മിലായിരുന്നു ഏറ്റവും നല്ല വാശിയേറിയ മത്സരം നടന്നത്. കഴിഞ്ഞ തവണ ചിത്രത്തിൽ ഇല്ലാതിരുന്ന കോൺഗ്രസ് മെല്ലെ ഒന്ന് ചിത്രത്തിൽ വന്നു എന്ന് മാത്രം.